السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുതിയ ഒരു പഠനത്തിന്, പുതിയൊരു പുസ്തകത്തിന്റെ ആരംഭം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നു മുതൽ കുറിക്കുകയാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. പ്രത്യേകിച്ചും അദ്ദാഉ വദ്ദവാ എന്ന ഇബ്നുൽ ഖയ്യിമിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് നമ്മൾ വായനക്ക് വേണ്ടി, വിശകലനത്തിന് വേണ്ടി, പഠിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല തുടങ്ങുമ്പോഴുള്ള അതേ ആവേശത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് ഈ ഉള്ളവരായ എനിക്കും കേൾവിക്കാരായ നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ, പാഠങ്ങൾ, അതെല്ലാം ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതൊരു കിതാബ് വായിക്കുമ്പോഴും ആമുഖമായി, അടിസ്ഥാനപരമായി ആ വായനയുടെ ലക്ഷ്യമായി ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാതെ അത് പൂർത്തീകരിക്കുക, അത് വായിച്ചു തീർക്കുക, ഞാൻ അങ്ങനെ ഒരു കിതാബ് വായിച്ചിട്ടുണ്ട് എന്ന് പറയുക എന്നതിലല്ല കാര്യം. മറിച്ച് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ എത്ര കണ്ട് ജീവിതത്തിൽ പുലർത്തുന്നുവോ അവിടെയാണ് ഏതൊരു കിതാബിന്റെ പഠനവും ഉപകാരപ്രദമായി മാറുക. അതുകൊണ്ട് എത്ര പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് പഠിച്ചത് എത്ര ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നയിടത്താണ് നമ്മുടെ വിജയവും നമ്മുടെ തഖ്വയുമെല്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ഓരോ വരികളും നമുക്ക് അമലായി ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം അമലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ബുധനാഴ്ചയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. റബ്ബ് അങ്ങനെ ആ രൂപത്തിൽ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് അദ്ദാഉ വദ്ദവാ എന്ന പുസ്തകം വളരെ പ്രശസ്തമായ പുസ്തകമാണ്. പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സ്വാധീനം അവരുടെ ജീവിതത്തിന് ഈ പുസ്തകം കൊണ്ട് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഈ പുസ്തകത്തിന് ഒരുപാട് വിശദീകരണങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എഴുതപ്പെട്ട വിശദീകരണങ്ങൾ പൗരാണികരായ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരല്ല, എന്നാൽ അധികവും ആധുനികരായ സലഫി ഉലമാക്കളാണ് ഷറഹ് ചെയ്തിട്ടുള്ളത്, വിശദീകരണം നടത്തിയിട്ടുള്ളത്. അറബി കിതാബുകളുടെ പ്രത്യേകത എഴുതിയ ആള് തന്നെ വിശദീകരിക്കുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. ഒരു മത്തന് എഴുതും, ചെറിയ രൂപത്തിലുള്ള മത്തനുകൾ രചിക്കപ്പെടും, എന്നാൽ അത് വിശദീകരിക്കുക പൊതുവെ ബാക്കിയുള്ള ആളുകളായിരിക്കും. എന്നാൽ ചില മത്തനുകൾ അവര് തന്നെ എഴുതുന്നു, അവര് തന്നെ ഷറഹ് ചെയ്യുന്ന മത്തനുകളും ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാ തന്റെ പ്രശസ്തമായ ഉസൂലുൽ ഹദീസിലെ ഗ്രന്ഥമാണ് നുഖ്ബത്തുൽ ഫിക്ർ. ആ നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഗ്രന്ഥം അത് ഷറഹ് ചെയ്യുന്നത് ഇബ്നു ഹജർ റഹിമഹുല്ല തന്നെയാണ്. ഇബ്നു ഹജർ റഹിമഹുല്ലക്ക് നുഖ്ബത്തുൽ ഫിക്റിന്റെ ഷർഹായ നുസ്ഹത്തുൻ നദർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. എന്നിട്ട് അദ്ദേഹം മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, സാഹിബുൽ ബൈത്തി അദ്റാ മാ ഫീഹി, വീട്ടിലുള്ള ആൾക്കാണ് വീടിന്റെ അവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കാന്ന്. അതായത് തന്റെ മത്തിനു ഷർഹ് ചെയ്യാൻ ഏറ്റവും അർഹനായത് താൻ തന്നെയാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഷർഹുകൾ രണ്ട് രൂപത്തിലുള്ള ഷർഹുകൾ ഉണ്ടാകും. ഒന്ന് മത്തിനെ എഴുതിയ ആള് തന്നെ എഴുതുന്ന ഷർഹും ഉണ്ടാകും, അല്ലാത്ത ആളുകൾ എഴുതുന്ന വിശദീകരണവും ഉണ്ടാകും. രണ്ടായാലും രണ്ട് ഷർഹുകളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു മത്തിന്, ഒരു പുസ്തകം യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലയുടെ ഈ പുസ്തകത്തിന് ഒരുപാട് ഷർഹുകൾ രചിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലക്ക് വളരെ സുന്ദരമായ ഷർഹ് ഈ പുസ്തകത്തിനുണ്ട് അദ്ദേഹത്തിന്റെ. അത് കിതാബായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, മറിച്ച് അത് ഓഡിയോ ക്ലാസ്സുകളാണ്. അതിൽ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്ന കിതാബ്
ആ കിതാബ് പ്രിന്റഡ് ആയി തന്നെ നിങ്ങളുടെ ഓരോ ആളുകളുടെയും വീടുകളിൽ ഉണ്ടാകുന്ന അത്രയും ഉപകാരമാണ് ആ പുസ്തകത്തിനുള്ളത് എന്ന് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത്, അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പുസ്തകത്തിന്റെ മശ്റൂഅ തുടങ്ങാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് തുടങ്ങണം എന്നാണ്. അതായത് ഈ പുസ്തകത്തിലുള്ള ആശയങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ആശയങ്ങൾ അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കഴിവതും നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമോ അതൊക്കെ നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ആഹ്വാനം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് റസ്ലാൻ ഹഫ്ളഹുല്ല മിസ്റിലെ സലഫി ഉലമാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ പണ്ഡിതനാണ്. മിസ്റിലെ ബിദ്അത്തിനെതിരെ, മിസ്റിലെ ഖുറാഫാത്തിനെതിരെ ഒക്കെ അതിശീഘ്രം വളരെ കാർക്കശ്യത്തോടു കൂടി തന്നെ ഇടപെടുന്ന വ്യക്തിയാണ് ഷെയ്ഖ് റസ്ലാൻ ഹഫ്ളഹുല്ല. അസദുസുന്ന എന്നൊക്കെയാണ് സുന്നത്തിന്റെ വിഷയത്തിൽ അത്രയും കണിശതയാണ് ഷെയ്ഖ് റസ്ലാനൊക്കെ ഉള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ സുഹുദും വറഉം ഒക്കെ വായിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാകും. അദ്ദേഹത്തിനും ഈ വിഷയത്തിൽ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ വിശാലമായ ഷറഹുണ്ട് അദ്ദേഹത്തിന്. മുഖദ്ദിമ തന്നെ, ആമുഖം തന്നെ അദ്ദേഹം 4-5 മണിക്കൂറും ഒക്കെ നീണ്ട ആമുഖമാണ് അദ്ദേഹത്തിന്റെ ഷറഹിന്റെ പ്രത്യേകത എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഫൗസാൻ ഹഫ്ളഹുല്ലക്കും അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിന് ഷറഹുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലയുടെ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെട്ട ഒരു പുസ്തകം അദ്ദാഉ വദ്ദവാ എന്ന പുസ്തകമാണ്. ഇനി ഈ പേരിൽ മാത്രമല്ല എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പുസ്തകം അറിയപ്പെട്ടിട്ടുള്ളത്. മറ്റു പേരുകളിലും ഈ പുസ്തകം അറിയപ്പെട്ടിട്ടുണ്ട്. അൽ ജവാബുൽ കാഫി, അൽ ജവാബുൽ കാഫി എന്ന പേരിലും ഈ പുസ്തകം അറിയപ്പെട്ടിട്ടുണ്ട്. ലിമൻ സഅല അനിദ്ദവാഇ ശാഫി, അൽ ജവാബ് അൽ കാഫി. അൽ ജവാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം, അൽ കാഫി പൂർണ്ണമായ ഉത്തരം, ലിമൻ സഅല ചോദിച്ച വ്യക്തിക്ക്, ലിമൻ സഅല അനിദ്ദവാഇ ശാഫി ശമനം നൽകുന്ന രോഗത്തെ കുറിച്ച്, ശമനം നൽകുന്ന മരുന്നിനെ കുറിച്ച് ചോദിച്ച ആൾക്കുള്ള കൃത്യമായ പൂർണ്ണമായ ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേരിലും ഈ പുസ്തകം അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 2 പേരിലാണ് ഈ പുസ്തകം അറിയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് അദ്ദാഉ വദ്ദവാ, മറ്റൊന്ന് അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിദ്ദവാഇ ശാഫി. പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് ആമുഖങ്ങളിലൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആമുഖം, ചെറിയൊരു ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആമുഖങ്ങളിലൂടെ പോയിക്കൊണ്ടാണ് നമ്മൾ പുസ്തകം ഇൻഷാ അല്ലാഹ് ആരംഭിക്കുക. വളരെ രസകരമായ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആമുഖങ്ങളായിരിക്കും. നമുക്ക് പുതിയ ഒരുപാട് കാഴ്ചപ്പാടുകളും പുതിയ ഒരുപാട് അറിവുകളും എന്ത് ചെയ്യും, ഈ ആമുഖങ്ങൾ നമുക്ക് തരുമെന്നത് തീർച്ചയാണ്, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ ആമുഖം, ആ ആമുഖങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറയാം, എന്നിട്ട് ആമുഖത്തിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തേത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ജീവിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ നാടിന്റെ അവസ്ഥയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ജീവിക്കുന്നത് ഷാമിലാണ്. ആ ഷാമിന്റെ അവസ്ഥ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ജനനത്തിന് മുമ്പ് എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഷാമിൽ നടക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ആമുഖത്തിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ആമുഖം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ജീവിതത്തെ കുറിച്ചാണ്. പണ്ഡിതന്മാരുടെ ജീവിതം എത്ര കണ്ട് നമ്മൾ വായിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിന് തസ്കിയത്ത് ലഭിക്കും. ജീവിതത്തിന് തസ്കിയത്ത് ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും ഇൽമിന്റെ പിന്നിൽ പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന തകർച്ച എന്നത് തസ്കിയത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വിഷയമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ പുസ്തകങ്ങൾ അഖിലവും തസ്കിയത്താണ്. ചില ആളുകൾ പറയാറുണ്ട് ഈ തസ്കിയത്ത് മാത്രം സംസാരിക്കുക എന്നത് എന്തല്ല, അത് അത്ര ഒരു നല്ല രീതിയല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. നമുക്ക് തസ്കിയത്ത് അനിവാര്യമാണ്, തസ്കിയത്ത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ എന്തും വേണം, ഇൽമും വേണം എന്നുള്ളതാണ്. തസ്കിയത്തില്ലാത്ത ഇൽമ് നമുക്ക് നാശേ വരുത്തുള്ളൂ. എന്നാൽ ഇൽമ് കുറവാണ്, തസ്കിയത്ത് ഉണ്ടെങ്കിലോ ആ ഇൽമ് അവൻ ഉപകരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൽമിയായ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെയും അത് തസ്കിയത്തിന്റെ ഗണത്തിൽ വായിക്കുവാൻ, അതിനെ തസ്കിയത്തുമായി ബന്ധപ്പെടുത്തി വായിക്കുവാൻ കൂടി എന്ത് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ജീവിതത്തെ കുറിച്ചും എന്ത് ചെയ്യും, നമ്മൾ ചെറിയ രൂപത്തിൽ ഒരു സൂചന നൽകും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ജനനത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാകും. അതായത് ഏതൊരു വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോഴും
അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് അറിയുക എന്നത് അനിവാര്യമാണ്. കാരണം നാട് എന്നത് ഒരു പണ്ഡിതനിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വളരെ വലിയ മാറ്റം എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. ചില പണ്ഡിതന്മാർ ചില വിഷയങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ടാകും. പല ആവർത്തി അവരുടെ ഗ്രന്ഥങ്ങളിൽ ചില വിഷയങ്ങൾ വളരെ സ്പെസിഫൈ ആയി ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും. അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതു പണ്ഡിതനും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിലുള്ള വ്യക്തിയായാൽ പോലും അവരുടെയും നാടിന്റെ അവസ്ഥകൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, സാമൂഹിക സംഭവ വികാസങ്ങൾ, ദീനീപരമായ ജനങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. ഷാമിലെ ദീനീപരമായ അവസ്ഥ എന്തായിരുന്നു, രാഷ്ട്രീയപരമായ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് റസലാൻ ഹഫിളഹുല്ലാ അത്തരം ചർച്ചകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഷറഹുകളിൽ വളരെ വിശദമായി അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥമൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെടുത്തുന്ന വിശദീകരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ കാലഘട്ടം കൂടി എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ, സാധാരണ ജനങ്ങളുടെ അവസ്ഥ, അന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ, ഇതെല്ലാം ഈ പറയുന്ന ഘടകങ്ങളെല്ലാം പണ്ഡിതന്മാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന കേരളത്തിന്റെ സാഹചര്യം, കേരളത്തിന്റെ ചുറ്റുപാട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വലിയ സ്വാധീനം ഉണ്ടാക്കും. വലിയ സ്വാധീനം ഉണ്ടാക്കും. സാധാരണ അറബികൾ പറയാറുണ്ട് ഇന്നൽ ഇൻസാന ഇബ്നു ബിഅതിഹി. സാധാരണ പറയാറുള്ള ആപ്തവാക്യാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചുറ്റുപാടിന്റെ പ്രോഡക്റ്റ് ആണെന്ന്. അവന്റെ ചുറ്റുപാട് എന്താണോ അത് അവനിൽ സ്വയം എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാർ എന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്ന ഇടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രവാചകന്മാർ അയക്കപ്പെട്ടത് ഫിത്രത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ നാടിലേക്ക് ചെന്നെത്തുന്നതോടുകൂടി നാട്ടിൽ ഉണ്ടാകുന്ന ഒരുപാട് ആചാരങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇതിലൊക്കെ എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ സ്വാധീനിച്ചു പോകും, സ്വാധീനിക്കപ്പെട്ടു പോകും. എന്തുകൊണ്ടാണ് സ്വാധീനിക്കപ്പെട്ടു പോകുന്നത്? അവൻ ആ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. എന്നാൽ പ്രവാചകന്മാർ എന്താ ചെയ്യുന്നത്? അങ്ങനെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥമായി അത്തരം സ്വാധീനങ്ങളിൽ അകപ്പെട്ട്, അത്തരം ആചാരങ്ങളിലും അത്തരം അനാചാരങ്ങളിലും ഒക്കെ അകപ്പെട്ട് ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് യഥാർത്ഥ ഫിത്രത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അതേ ദൗത്യമാണ് മുജദ്ദിദീങ്ങളും മുസ്ലിഹീങ്ങളായ ആളുകളും ചെയ്യുക. മുജദ്ദിദീങ്ങൾ എന്ന് പറയുമ്പോൾ ദീനിന് എന്ത് ചെയ്യും? ഒരു കാലഘട്ടത്ത് ദീന് പറ്റ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളും എല്ലാം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് പ്രവാചകന്മാർ ഫിത്രത്തിലേക്ക് ക്ഷണിച്ചതുപോലെ ചില പണ്ഡിതന്മാര് വരും. അവരെന്ത് ചെയ്യും? അവർ യഥാർത്ഥ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. അതിനെയാണ് തജ്ദീദ് നടത്തുക, ഇസ്ലാഹ് നടത്തുക എന്നൊക്കെ പറയുക. ഇതൊക്കെ അറബിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. തജ്ദീദ് നടത്തുക, ഇസ്ലാഹ് നടത്തുക. അങ്ങനെ തജ്ദീദിന്റെ വഴിയിൽ, ഇസ്ലാഹിന്റെ വഴിയിൽ മുന്നേറിയ വളരെ പ്രശസ്തനായ ാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ആളുകളെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ വേണ്ടി എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. മദ്ഹബുകളോടുള്ള അന്ധമായ തഖ്ലീദ് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നാണ്. അത് നമ്മൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ദീനീപരമായ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കുക, ഷാമിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കുക എന്നതൊക്കെ വളരെ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ആഴം അളക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഇത്രയും പ്രശ്നങ്ങൾക്കുമിടയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള രചനകൾ എന്തിനു നടത്തി? ചില രചനകൾ എന്ത് കാരണത്താലാണ് വിരചിതമായത്? എന്താണ് അദ്ദേഹത്തെ അത്തരം ഗ്രന്ഥങ്ങൾ രചിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയും. അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനത്തിന്റെ വേര് അത് എത്രത്തോളം ജനങ്ങളിൽ ഊന്നിയിട്ടുണ്ട്, അതിന്റെ സ്ഥാനം എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ച നാടിനെ കുറിച്ച് അറിയൽ വളരെ അനിവാര്യമാണ്. അത് മാത്രമല്ല, ഷാം എന്നൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സ്ഥാനമുള്ള നാടാണ് ഷാം എന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് വേറൊരു ചർച്ചാ വിഷയമാണ്. അത്തരം ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. സ്വാഭാവികമായും സാന്ദർഭികമായും നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജനിക്കുന്നത് ഷാമിലാണ്. അതായത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 8-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജീവിക്കുന്നത്. ഹിജ്റ 691 മുതൽ 751 വരെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ ജീവിതത്തിന്റെ സമയം.
വലിയ പരീക്ഷണമാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ ജീവിതത്തിന് മുമ്പ് മുസ്ലിമീങ്ങൾ നേരിട്ടിട്ടുള്ളത്. വലിയ പരീക്ഷണമാണ്. ചില ചരിത്രകാരന്മാരുടെ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും പ്രയാസത്തോടുകൂടി ചില ചരിത്രകാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ വരവിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഷാമിൽ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി മൂന്ന് സംഭവങ്ങളാണ്. ഒന്ന് താർത്താരികളുടെ ആക്രമണമാണ്. മുസ്ലിം ഉമ്മത്ത് നേരിട്ട ഒന്നാമത്തെ പ്രശ്നം താർത്താരികളുടെ ആക്രമണമാണ്. രണ്ടാമത്തേത് കുരിശ് യുദ്ധമാണ്. മൂന്നാമത്തേത് ഫ്രഞ്ചുകാരുടെ വരവാണ്. ഈ മൂന്ന് അവസ്ഥകളായിരുന്നു ഷാമിന്റെ രാഷ്ട്രീയ അവസ്ഥകൾക്ക് വലിയ മാറ്റമുണ്ടാക്കിയ മൂന്ന് സംഭവങ്ങൾ. അതിലൊന്നാമത്തേത് താർത്താരികളുടെ വിഷയമാണ്. താർത്താരികൾ ബഗ്ദാദ് പിടിച്ചടക്കുന്നു. അങ്ങനെ ഖലീഫയായ മുസ്താസിം ബില്ല എന്ന് പറയുന്ന ആളെ കൊന്നൊടുക്കുന്നു. അങ്ങനെ ബഗ്ദാദ് ഒന്നുമല്ലാതായി മാറിയെന്ന് അൽ ബിദായത്തു വൻ നിഹായയിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഹിജ്റ 656 ഒന്നുമല്ലാത്ത രൂപത്തിൽ ബഗ്ദാദ് മാറിയെന്ന്. വളരെ കുറച്ച് ജനങ്ങൾ മാത്രം താമസിക്കുന്ന, പിന്നെ കുറെ ശവശരീരങ്ങളാണ്. റോഡിലൂടെയൊക്കെ കുറെ ശവശരീരങ്ങൾ മരിച്ചു കിടക്കുന്നു. ഒന്നുമല്ലാത്ത രൂപത്തിൽ വെറും ബിൽഡിങ്ങുകൾ, തകർന്നടിഞ്ഞ വീടുകളിലൂടെയായിരുന്നു അന്ന് ബഗ്ദാദിന്റെ ചിത്രം എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന്റെ കാരുണ്യം മൂലം എന്ത് ചെയ്യാണ്, അവരുടെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ ആക്രമണത്തിന്റെ ആഴം എത്ര എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കും. അൽ മലിക് മുദഫർ സൈഫുദ്ദീൻ ഖുത്തുസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെയാണ് രക്ഷപ്പെടുന്നത്. ഷാമിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ട് താർത്താരികൾ പിടിച്ചടക്കിയിരുന്നു എന്നാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് മിസ്രിലേക്ക് പോകാൻ നിൽക്കുന്നു. പോകാൻ നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുസ്ലിം ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു തആല ലത്തീഫാണ്, ഖബീറാണ്. കാര്യങ്ങളെല്ലാം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവനാണ് നമ്മുടെ റബ്ബ്. രണ്ടാമത്തെ പ്രശ്നമാണ് കുരിശ് യുദ്ധം. 2 നൂറ്റാണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുരിശ് യുദ്ധം നീണ്ടു നിന്നിരുന്നു എന്നാണ്. ഒരു സമയത്ത് മുസ്ലിമീങ്ങൾ ജയിക്കുന്നു, മറ്റേ സമയത്ത് ഈ പറയുന്ന കുരിശുപട ജയിക്കുന്നു. അങ്ങനെ 690കളിൽ, അതായത് 691 ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജനിക്കുന്നു. 690 മുസ്ലിമീങ്ങൾ അവരിൽ നിന്ന് വിജയം കൈവരിച്ചു എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജനിക്കുന്നതിന് 1 വർഷം മുമ്പാണ് മുസ്ലിം ഉമ്മത്ത് കുരിശുപടയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് രക്ഷപ്പെടുന്നത് ഖലീൽ ഇബ്നു കലാവൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ യുദ്ധത്തിന്റെ തന്ത്രത്തോട് കൂടിയിട്ടാണ് വിജയത്തിലേക്ക് കടക്കുന്നത് എന്ന്. അപ്പൊ ഈ പറയുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ 2 സംഭവങ്ങളാണ്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ബാക്കിയാക്കി പോയത്? ഒന്ന്, മുസ്ലിം ഉമ്മത്തിന് ജിഹാദിനോട് വലിയ താല്പര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത്, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടടുത്ത് എന്ത് ചെയ്യണം, ഒറ്റക്കെട്ടായി നിൽക്കുക തന്നെ വേണം. പ്രത്യേകിച്ചും അഖീദയിൽ ഒരേ വിശ്വാസം വെച്ച് പുലർത്തി പോകുന്ന വിദഅത്തുകൾ വന്നു ചേരാത്ത ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരേ മാർഗത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. എത്രത്തോളം മുസ്ലിം ഉമ്മത്ത് അവരുടെ ഐക്യം തകർന്നുകൊണ്ടിരിക്കുന്നുവോ അത്ര കണ്ട് ഉമ്മത്തിന്റെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. സലഫികൾ എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ അവർക്കിടയിൽ തന്നെ ചില മസ്അലകളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം, ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ വെച്ച് അഭിപ്രായ വ്യത്യാസം, എന്നിട്ട് അവർ പല ഗ്രൂപ്പുകളായി മാറുന്നു. ഇത് ആർക്കാണ് ദോഷമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന സലഫികൾ എന്ന് പറയുന്ന നമ്മുടെ അതേ വിഭാഗത്തിന് തന്നെയാണ് ഇത് വളരെ വലിയ പരിക്കുണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ, അത്തരം ചെറിയ ചെറിയ ഫറഈയായ പ്രശ്നങ്ങൾ മാറ്റി വെക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ അതേ സമയത്ത് ഉസൂലിൽ പിഴവുണ്ട് എങ്കിൽ ആ പിഴവുകളെ നമ്മൾ ന്യായീകരിക്കുകയും ചെയ്യരുത് എന്നത് തന്നെയാണ് നമ്മുടെ എപ്പോഴുമുള്ള ആ വിഷയത്തിലുള്ള നിലപാട്. അങ്ങനെ ജിഹാദിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നു. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്ന് ഇത്തരം ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണ്, യഥാർത്ഥമായ ചില മുഖങ്ങൾ, ചില കള്ള മുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യുദ്ധത്തിലൂടെ നമുക്ക് വെളിവാകുന്നുണ്ട്. അതിൽപ്പെട്ട 2 വിഭാഗങ്ങളാണ്. ഒന്ന്, റാഫിളിയാക്കളുടെ മുസ്ലിം ഉമ്മത്തിനോടുള്ള കടുത്ത ശത്രുത. അത് നമുക്ക് വ്യക്തമായിക്കൊണ്ട് ഈ പറയുന്ന യുദ്ധങ്ങളിൽ, കുരിശുദ്ധമാകട്ടെ താർത്താരികളുടെ വരവാകട്ടെ, ഇതിന്റെ പിന്നിലെല്ലാം റാഫിളിയാക്കൾ വലിയ കരങ്ങൾ ഉണ്ടായിരുന്നു
എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഈ പറയുന്ന റാഫിലിയാക്കളെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ കണിശമായിട്ടായിരുന്നു സംസാരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റാഫിലിയാക്കളുടെ കൂട്ടത്തിലെ വളരെ ഷെറായ ഒരു മനുഷ്യരാണ് ഇബ്നുൽ അൽഖമി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം അന്ന് മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കെ താർത്താരികൾ അവർ ആക്രമണത്തിന് വന്നപ്പോൾ ഏകദേശം 1,00,000-1,00,000 വരുന്ന സൈന്യത്തെ താർത്താരികൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. അഹ്ലുസുന്നയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഖലീഫയെ കൊണ്ടുവരാൻ, റാഫിലിയാക്കളുടെ ഖലീഫ കൊണ്ടുവരാൻ വേണ്ടി 90,000 വരുന്ന സൈന്യത്തെ താർത്താരികൾക്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ താർത്താരികളോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാമിലെ പാവപ്പെട്ട ഒന്നും അറിയാത്ത ജനങ്ങൾ എന്ത് ചെയ്തു? കൊന്നൊടുക്കി എന്നുള്ളതാണ്. അവിടെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ പറയുന്ന റാഫിലിയാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് ഈ കാണുന്ന പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. റാഫിലിയാക്കൾ എപ്പോഴും ചരിത്രത്തിന്റെ ഏത് കോണിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും മുസ്ലിം ഉമ്മത്തിന് അവരുണ്ടാക്കിയത് പതനം മാത്രമാണ്, തകർച്ച മാത്രമായിരുന്നു അവർ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിച്ചതും മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും എന്ന് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറയുന്നത് വഹുമുല്ലദീന അറഫുൽ ഹഖ്ഖ വറഫദൂഹു, റാഫിലിയാക്കൾ അവർ ഹഖ് മനസ്സിലാക്കിയ ആളുകളാണ്, പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? അവർ അത് ഒഴിവാക്കി. വളാല്ലൂന വഹുമുല്ലദീന ജഹിലു ഫഅഖ്തഊഹു, അവർ ജഹലിന്റെ ആളുകളാണ്, അവർക്ക് ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫകുല്ലു മൻ കാന അഅറഫ ലിൽ ഹഖ് വഅത്ബഅ ലഹു കാന ഔലാ ബിസ്സിറാത്തിൽ മുസ്തഖീം, ഏതെങ്കിലും ഒരാൾക്ക് ഹക്ക് കൃത്യമായി അറിയാം, അത് കൃത്യമായി പിൻപറ്റുന്നുണ്ട് എങ്കിൽ അവനാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ. വലാ റൈബ, ഒരു സംശയവുമില്ല, അന്ന അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അസ്ഹാബുകൾ വറദിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഹും ഔലാ ബിഹാദിഹി സിഫതി മിനർ റവാഫിൽ, റാഫിലിയാക്കളെക്കാളും ഈ സിഫത്തിന് ഏറ്റവും കൂടുതൽ അർഹരായ ആളുകൾ സഹാബാക്കളാണ്. സഹാബാക്കൾ അഅറഫുൽ ഹഖ്ഖാണ്, ഹഖ് ഏറ്റവും കൂടുതൽ അറിയുന്നത് സഹാബാക്കൾക്കാണ്. അത് മാത്രമല്ല വഅത്ബഉ ലഹു, അത് ഏറ്റവും കൂടുതൽ പിൻപറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നതും സഹാബാക്കളാണ്. ഫഇന്നഹു മിനൽ മുഹാൽ അൻ യകൂന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറദിയല്ലാഹു അൻഹും ജഹിലു അൽ ഹഖ്ഖ വഅറഫഹു റവാഫിൽ ഫഇന്നഹു മിനൽ മുഹാൽ, അസംഭവ്യത്തിൽപ്പെട്ടതാണ്, സംഭവിക്കാത്ത കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? റസൂലിന്റെ അസ്ഹാബുകൾ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ, അവർക്ക് ഹക്ക് മനസ്സിലായില്ല, റാഫിലിയാക്കൾക്ക് ഹക്ക് മനസ്സിലായി എന്നുള്ളത് അസംഭവ്യമാണ്. ഔ റഫളൂഹു വതമസ്സക ബിഹിർ റവാഫിൽ, അല്ലെങ്കിൽ അവർ ഹക്കിനെ ഒഴിവാക്കി, സഹാബാക്കൾ ഹക്കിനെ ഒഴിവാക്കി, എന്നിട്ട് അത് റാഫിലിയാക്കൾ അതിനെ മുറുകെ പിടിച്ചു എന്ന് പറയലും എന്തെല്ലാം, രണ്ടും അസംഭവ്യമായതാണ്, രണ്ടും മുസ്ലിമീങ്ങൾക്ക് പറയാൻ പറ്റുന്നതല്ല എന്ന്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രണ്ട് ആളുകളെയും താരതമ്യം ചെയ്യാം. കാരണം സഹാബാക്കളുടെ വിഷയം പറയാൻ കാരണം റാഫിലിയാക്കൾ സഹാബാക്കളെയാണ് വിമർശിക്കാറുള്ളത്. സുമ്മ ഇന്നാ റഅയ്നാ ആസാറൽ ഫരീഖൈനി തദുല്ലു അലാ അഹ്ലിൽ ഹഖ് മിൻഹുമ, ഈ രണ്ട് കൂട്ടരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ, റാഫിലിയാക്കളാകട്ടെ സഹാബാക്കളാകട്ടെ, രണ്ടാളുകളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഹ്ലുൽ ഹഖ് ഏത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫറഅയ്നാ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹു ബിലാദൽ കുഫർ, അസ്ഹാബുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളായ ആളുകൾ അവിശ്വാസികളുടെ നാടുകൾ പിടിച്ചടക്കിയിട്ടുണ്ട്. വഖലബുഹ ബിലാദ ഇസ്ലാം, എന്നിട്ട് അതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പരിവർത്തിപ്പിച്ചു. വഫതഹുൽ ഖുലൂബ ബിൽ ഖുർആനി വൽ ഇൽമി വൽ ഹുദ, ഖുർആൻ കൊണ്ടും ഇൽമു കൊണ്ടും ഹുദ കൊണ്ടും അവർ ആളുകളെ, അവർ ഹൃദയങ്ങളെ പിടിച്ചടക്കി. ഫആസാറുഹും തദുല്ലു അലാ അന്നഹും ഹും അഹ്ലുസ് സിറാത്തിൽ മുസ്തഖീം, സഹാബാക്കൾ ബാക്കി വെച്ചുപോയ അസറുകൾ അത് മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ സഹാബാക്കളാണ് എന്ന്. ഇനിയാണ് യഥാർത്ഥ റാഫിലിയത്തിന്റെ പഴച്ച മുഖം, അവരുടെ ശത്രുത ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വ്യക്താക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഒരു പണ്ഡിതന്റെ നാടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അതായത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ മുമ്പ് നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റാഫിലിയാക്കളോടുള്ള നിലപാട് അദ്ദേഹം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം റാഫിലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഓരോ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ നാടിനെ കുറിച്ച് പഠിക്കണം, എങ്കിലേ അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും റാഫിദിയാക്കൾ ഇതിന് നേർ വിരുദ്ധമായിരുന്നു. അതായത് സലഫി ഉലമാക്കൾ എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ആളുകളാണ്. ചില കാര്യങ്ങൾ പറയും, അത് അതേപോലെ എന്തെയും നടപ്പിലാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവരുടെ ഇൽമിലുള്ള ആഴമാണ്. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവർക്കുള്ള കറാമത്തും കൂടിയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. 7-ാം നൂറ്റാണ്ടിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന കാര്യം ഇന്നും അതേപടി സംഭവിക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളായ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ശത്രുക്കളുടെ കൂടെ മാത്രമേ ഈ എത്രയെത്ര പരീക്ഷണങ്ങളാണ് അവർ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അഴിച്ചുവിട്ടത്. എത്ര എത്ര മുശ്രിക്കീങ്ങളായ ആളുകൾ, വിഗ്രഹാരാധനയുടെ ആളുകൾ, ഇവരൊക്കെ ഇസ്ലാമിനെതിരെ നിലകൊണ്ടത് ആരുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്? റാഫിദിയാക്കളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ഹൂലാക്കു എന്ന് പറയുന്ന താർത്താരികളുടെ നേതാവ്, അദ്ദേഹവും ഈ റാഫിദിയാക്കളെ കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് എന്ത് ചെയ്തിട്ടുള്ളത്? ആക്രമിക്കാൻ വേണ്ടി തുന്നിട്ടുള്ളത്. വഹൽ ഉത്തിലത്തിൽ മസാജിദ് വഹുർഖത്തിൽ മസാഹിഫ് വഖുതില സറവാത്തുൽ മുസ്ലിമീൻ വഉലമാഉഹും വഉബ്ബാദുഹും വഖലീഫതുഹും ഇല്ലാ ബിസബബിഹിം വമിൻ ജറാഇഹിം. എത്രയെത്ര പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത്, എത്ര മുസ്ഹഫുകളാണ് കത്തിക്കപ്പെട്ടത്, എത്ര മുസ്ലിമീങ്ങളാണ്, എത്ര ഉലമാക്കളാണ്, എത്ര ഉബ്ബാദുകളാണ്, ആരാധിക്കുന്ന ആളുകളാണ്, എത്രയെത്ര ഖലീഫമാരാണ് ഇവരുടെ കാരണത്താൽ, ഇവരുടെ അക്രമത്താൽ ആക്രമിക്കപ്പെടുകയും മരണപ്പെട്ടു പോവുകയും ചെയ്തത്. അവർക്ക് മുശ്രിക്കീങ്ങളോടുള്ള സ്നേഹം, അവർക്ക് നസാറാക്കളോടുള്ള സ്നേഹം, ഇത് എല്ലാ ആളുകൾക്കും വ്യക്തമാണെന്നാണ്. ഇന്ദൽ ഖാസത്തി വൽ ആമ്മ, പ്രത്യേകമായ ആളുകൾക്കും അല്ലാത്ത സാധാരണ പൊതുജനങ്ങൾക്കും ഒക്കെ വ്യക്തമാണ് റാഫിദിയാക്കളുടെ ഈ സ്വഭാവം. വആസാറുഹും ഫിദ്ദീനി മഅലൂമ, അവരുടെ ദീനിലുള്ള അവരുണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതും വ്യക്തമാണ് എന്ന്. അങ്ങനെ ഷാമിൽ എന്ത് ചെയ്യുന്നു? ഇവരുടെ പരീക്ഷണങ്ങളും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇടക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഖിലാഫത്ത് തിരിച്ചു വരുന്നുണ്ട്. ഖിലാഫത്ത് കാലഘട്ടം എന്ന പേരിൽ തിരിച്ചു വരുന്നു. പക്ഷേ അതെന്തായിരുന്നില്ല? യഥാർത്ഥ ഖിലാഫത്തിന്റെ കാലഘട്ടമായിരുന്നില്ല എന്ന്. യഥാർത്ഥ ഖലീഫ എന്നൊക്കെ പറയുമ്പോൾ അവർ ഉണ്ടാക്കി വെച്ച സേവനങ്ങൾ അതിനോട് ഒരു നിലക്കും കൂറ് പുലർത്താത്ത, വെറും പേര് കൊണ്ടും രൂപം കൊണ്ടും മാത്രമായിരുന്നു ഖിലാഫത്ത് സിസ്റ്റം നിലവിൽ വന്നത് എന്ന്. അല്ലാത്ത നിലക്ക് എന്ത് ചെയ്തിട്ടില്ല? യഥാർത്ഥ ഖിലാഫത്തിലേക്ക് ഒരിക്കലും മടങ്ങാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥങ്ങളിൽ പലപ്പോഴായി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾ വിധി തീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ ഖിലാഫത്ത് ഏറ്റെടുക്കുക എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു എന്നാണ് ആളുകൾക്ക്. കാരണം ഖിലാഫത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഖലീഫമാർക്കെതിരെ തിരിയുക, എന്നിട്ട് ഖലീഫമാരെ വധിക്കുക എന്നത് വളരെ വ്യാപകമായിരുന്ന ഒരു കാലാണ്. അതുകൊണ്ട് തന്നെ മുളഫർ ഖുത്തുസി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിമാരായ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ഹിജ്റ 648 മുതൽ 784 വരെ മംലൂക്കുകളാണ് ഭരിക്കുന്നത്. മംലൂക്കുകൾ 36 വർഷം ഭരിക്കുന്നുണ്ട്. അതിൽ 29 ഭരണാധികാരികൾ കടന്നു പോകുന്നുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 36 വർഷത്തിൽ 29 ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക കാലഘട്ടത്തിലെ ഖലീഫമാർ, 4 ഖലീഫമാർ ഭരിച്ച ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാം. എന്നാൽ 36 വർഷത്തിൽ 29 ആളുകൾ വരേണ്ടി വന്നു എന്നുള്ളത് ആ നാടിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആരൊക്കെ ഖലീഫയായി വരുന്നു അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി മാത്രം തുനിയുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു? അന്നുണ്ടായിരുന്നു എന്നാണ്. ആ 29 ഖലീഫമാരിൽ അധികം ആളുകളും കൊല്ലപ്പെട്ട ആളുകളാണ്. അധികം ആളുകളും, വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് രോഗം വന്നുകൊണ്ട് അല്ലെങ്കിൽ സാധാ രൂപത്തിലുള്ള മരണത്തിനൊക്കെ വിധേയമായത്. വളരെ ചുരുക്കം ആളുകൾ മാത്രം. ഇനി ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ കെടുതികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ്? ജനങ്ങളുടെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയി, സുരക്ഷ നഷ്ടപ്പെട്ടു, സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി എന്ന്.
ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. എങ്കിലേ നമുക്ക് വർത്തമാനം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിലേക്ക് തട്ടിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര കണ്ട് നമ്മൾ ചരിത്രത്തിൽ അജ്ഞരാണോ അത്ര കണ്ട് നമ്മൾ ചൂഷണത്തിന് വിധേയമാകും. പ്രത്യേകിച്ചും ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വരുന്ന ചില പ്രബോധകന്മാർ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് കടന്നു വരുന്നു. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് തനിച്ച നിരീശ്വരവാദമാണ്. എന്നിട്ട് പ്രചരിപ്പിക്കുന്നത് തനിച്ച സർവമത സത്യവാദമാണ്. എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര സാധാരണക്കാരായ സലഫികളായ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സർക്കിളിൽ നിൽക്കുമ്പോൾ അത് അറിയാതെ പോകുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ പിന്നിൽ പോയി അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഒന്ന് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുണ്ടാക്കുന്ന ഫിത്തനകൾ എത്രയുണ്ട് എന്നുള്ളത്. ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് അവരുടെ ഷർറിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായ രക്ഷ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇൽമുണ്ടാകണം, ഇൽമു താരീഖും ഉണ്ടാകണം. അവർ പലപ്പോഴും വളച്ചൊടിക്കുക താരീഖുകളെയാണ്, ചരിത്രങ്ങളെയാണ് അവർ വളച്ചൊടിക്കാറുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ 4 ഖലീഫമാരും പിന്നീട് വരുന്ന ഉമവി ഖിലാഫത്തും തൗഹീദിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നല്ല ഐക്യത്തിൽ എന്ത് ചെയ്തിരുന്നു, അവർ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ അവസാനത്ത് ഉമവി ഖലീഫമാരും ഉമവികളും അബ്ബാസികളും അവസാനത്തിൽ ഒരു പ്രശ്നത്തിന് വിധേയമാവുകയും ആ പ്രശ്നം മൂലം പിന്നെന്ത് ചെയ്യുന്നു, പിന്നെ 2 ചേരികളായി തിരിയുന്ന അവസ്ഥയാണ്. അതോടുകൂടി ഐക്യം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഉമവികളുടെ അവസാനത്തോടുകൂടി ഐക്യം തകർക്കപ്പെട്ട് പിന്നെ ശിഥിലമായ രൂപത്തിലായിരുന്നു ഭരണം നടന്നിരുന്നത്. എന്നാൽ അതേ സമയത്ത് ഖിലാഫത്ത് ഭരണവും ഉമവി ഭരണത്തിന്റെ തുടക്കവും എല്ലാം വളരെ സുന്ദരമായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. സഹാബാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം ഇജ്തിഹാദിയായ വിഷയങ്ങളാണ്. അത്തരം വിഷയത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് നമ്മുടെ അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിനുശേഷം വന്ന ഭരണത്തെ താരതമ്യം ചെയ്യുമ്പോൾ റസൂലിന്റെ സ്വഹാബാക്കളുടെ ഭരണം, അതിനെക്കുറിച്ച് നമുക്ക് സംശയമില്ല. അതിനുശേഷം വരുന്ന ഉമവി ഖിലാഫത്താകട്ടെ ഇവരെക്കാളും കഴിഞ്ഞുപോയ ഖിലാഫത്തിനെക്കാളുമെല്ലാം അതിനുശേഷം വരുന്ന ഖിലാഫത്തിനെക്കാളുമെല്ലാം ഉത്തമമായ ഭരണമാണ് അവർ നടത്തിയിട്ടുള്ളത്. താർത്താരികളുടെ അക്രമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. താർത്താരികൾ ചൈനയിൽ നിന്നാണ് ബഗ്ദാദ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. താർത്താരികളുടെ ആക്രമണത്തെക്കുറിച്ച് ഇബ്നുൽ അസീർ റഹിമഹുല്ല, ചരിത്രകാരനായ ഇബ്നുൽ അസീർ, അദ്ദേഹം എഴുതുന്നുണ്ട്. നമ്മൾ പ്രയാസപ്പെട്ടു പോകും, അത് വായിക്കാൻ തന്നെ നമുക്ക് പ്രയാസമുണ്ടാകും. ആ രൂപത്തിലാണ് അദ്ദേഹം താർത്താരികളുടെ വരവിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് സുമ്മ ദഖലത് സനതു 17 ഹിജ്റ 617. അദ്ദേഹം ഓരോ കാലം എഴുതി ചരിത്രം എഴുതാണ്. ഹിജ്റ 617 നടന്ന സംഭവം എഴുതാണ്. ദിക്റു ഖുറൂജി തത്തർ ഇലാ ബിലാദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നാടുകളിലേക്ക്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്കുള്ള അവരുടെ കടന്നുവരവ് അദ്ദേഹം എഴുതാണ്. ലഖദ് ബഖീതു ഇദ്ദത സിനീൻ മുഅരിളൻ അൻ ദിക്രി ഹാദിഹിൽ ഹാദിസതി ഇസ്തിഅലാമൻ ലഹ. ഞാൻ ഒരുപാട് വർഷം ഈ സംഭവങ്ങളെ കുറിച്ചൊന്നും ഞാൻ എഴുതാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന സംഭവത്തെക്കുറിച്ചെല്ലാം ഞാൻ അകന്നു നിന്നിരുന്നു. ഇത് എഴുതണ്ട എന്നായിരുന്നു എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം. കാരിഹൻ ലിദിക്രിഹ, ആ സംഭവത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ്. ആ സംഭവം അത്രത്തോളം എന്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഫഅന ഉഖദ്ദിമു ഇലൈഹി റിജ്ലൻ വഉഅഖിറു ഉഖ്റ, ഞാൻ എന്റെ ഒരു കാലെടുത്ത് വെക്കുന്നു, എന്നിട്ട് എനിക്ക് തോന്നാണ് അത് എഴുതണ്ട, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് പിന്നോട്ട് വലിക്കുന്നു എന്ന്. ഫമനില്ലദി യസ്ഹുലു അലൈഹി അൻ യക്തുബ നഇയൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ തേങ്ങിക്കരച്ചൽ, ഇസ്ലാമിന്റെ തേങ്ങിക്കരച്ചൽ ആർക്കാണ് അത്ര എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുക? വമനില്ലദി യഹൂനു അലൈഹി ദിക്റു ദാലിക്, അതാർക്കാണ് അത്ര സരളമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? ഫയാ ലൈത ഉമ്മി ലം തലിദ്നി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ, വയാ ലൈതനി മിത്തു ഖബ്ല ഹുദൂസിഹ, അത് സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ, വകുൻതു നസിയൻ മൻസിയ ഇല്ല അന്നനി ഹസ്സനി ജമാഅത്തുൻ മിനൽ അസ്ദിഖാഇ അലാ തസ്തീരിഹ വഅന മുതവഖിഫ്. ഞാൻ എഴുതണ്ട എന്ന് വിചാരിച്ച് എഴുതണോ വേണ്ട എന്ന സംശയത്തിൽ ഉണ്ടായിരിക്കെ കുറച്ച് സുഹൃത്തുക്കൾ വന്ന് എന്നോട് പറഞ്ഞു, നീ എഴുത് എന്ന തരത്തിൽ തന്നെ എന്നോട് പറഞ്ഞു. സുമ്മ റഅയ്തു അന്ന തർക ദാലിക ലാ യുജ്ദി നഫഅ, പിന്നെ എനിക്ക് തന്നെ തോന്നി എഴുതാതിരുന്നത് കൊണ്ട് എന്ത് ഉപകാരമുള്ളത്? ഫനഖൂൽ, ഞാൻ പറയുകയാണ്, ഹാദൽ ഫിഅലു യതളമ്മനു ദിക്റൽ ഹാദിസത്തിൽ ഉൾമ, വലിയ സംഭവമാണ് എന്ന്. താർത്താരികളുടെ സംഭവം വലിയ സംഭവമാണ്. വൽ മുസീബത്തിൽ കുബ്റ, ഭയങ്കരമായ മുസീബത്ത്. അല്ലതി അഖത്തിൽ അയ്യാമു വൽ ലയാലി അൻ മിസ്ലിഹാ, ഒരു രാത്രികളും ഒരു പകലുകളും അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്ന്. അമ്മത്തിൽ ഖലായിഖ്,
എല്ലാ സൃഷ്ടികളെയും അത് വലയം വെച്ചിരുന്നു. വഹസ്സത്തിൽ മുസ്ലിമീൻ, എന്നാൽ മുസ്ലിമീങ്ങളെ പ്രത്യേകമായും അത് ഉൾക്കൊണ്ടിരുന്നു. ഫലൗ ഖാല ഖാഇൽ, ഏതെങ്കിലും ഒരാൾ പറയാം, ഇന്നൽ ആലമ മുദ് ഖലഖ അല്ലാഹു ആദം ഇലൽ ആൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ ലോകത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ലകാന സാദിഖൻ, അവൻ ആ പറഞ്ഞതിൽ സത്യസന്ധനാണ് എന്ന്. ഫഇന്ന തവാരീഖ ലം തതദമ്മൻ മാ യുഖാരിബുഹാ വലാ മാ യുദാനിഹാ, ചരിത്രത്തിൽ അതിനോട് കിടപിടിക്കുന്നതോ അതിനോട് തുല്യമായതോ ഒന്നും തന്നെ ഇതുവരെയായി സംഭവിച്ചിട്ടില്ല എന്ന്. വമിൻ അഅ്ളമി മാ യദ്കുറൂന മിനൽ ഹവാദിസ്, അവരുണ്ടാക്കിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാ ഫഅലഹു ബുഖ്തു നസ്ർ. ബുഖ്തു നസ്ർ എന്ന് പറയുന്ന താർത്താരികളുടെ രാജാവ്, അദ്ദേഹം ചെയ്തത് ആരോട്? ബിബനി ഇസ്രായീല മിനൽ ഖത്ൽ, ബനു ഇസ്രായേലിൽ ഒരുപാട് ആളുകളെ വധിച്ചു. വതഖരീബിൽ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ചടക്കി, അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നശിപ്പിച്ചു. വമൽ ബൈത്തുൽ മുഖദ്ദസു ബിന്നിസ്ബതി ഇലാ മാ ഖറബ ആഹുലാഹി അൽ മലാഈൻ മിനൽ ബിലാദ്, എത്രയെത്ര നാടുകളെയാണ് അവർ ഇല്ലാതാക്കിയത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ഒരു പള്ളി മാത്രം, എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരുപാട് നാടുകൾ അവർ ഇല്ലാതാക്കി. അല്ലത്തി കുല്ലു മദീനത്തിൻ മിൻഹാ അദ്ആഫുൽ ബൈത്തുൽ മുഖദ്ദസ്, അങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ പള്ളികൾ അവിടെ ഉണ്ട്. ആ പള്ളികളെല്ലാം അവർ നശിപ്പിച്ചു. വമാ ബനു ഇസ്രായീല ബിന്നിസ്ബതി ഇലാ മൻ ഖതലു, ബനു ഇസ്രായേലിനെ കൊന്നൊടുക്കി എന്ന് പറയുമ്പോൾ അതല്ലാത്ത എത്ര മനുഷ്യന്മാരാണ് അവർ കൊന്നൊടുക്കിയത്. ഫഇന്ന അഹ്ല മദീനത്തിൻ വാഹിദത്തിൻ മിമ്മൻ ഖുതിലു അക്സറു മിൻ ബനി ഇസ്രായീൽ വലഅല്ലൽ ഖൽഖ ലാ യറൗന മിസ്ല ഹാദിഹിൽ ഹാദിസ ഇലാ അൻ യഖ്രിദൽ ആലം. എന്നിട്ട് അദ്ദേഹം പറയാൻ, ലോക അവസാനം വരെയും ഇങ്ങനെ ഒരു സംഭവം മുസ്ലിം ഉമ്മത്ത് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ്. വതഫ്നദ് ദുനിയാവ് നശിച്ചാലും ശരി, ഇങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് മുസ്ലിമീങ്ങൾ വിധേയമായിട്ടില്ല. ഇനി വിധേയമാകും എപ്പോൾ? ഇല്ല, യജൂജ് വരണം. വഅമ്മദ് ദജ്ജാൽ, എന്നാൽ ദജ്ജാൽ ഫഇന്നഹു യുബ്ഖി അലാ മൻ ഇത്തബഅഹു, ദജ്ജാലിനെ പിൻപറ്റി കഴിഞ്ഞാൽ ദജ്ജാൽ അവരെ ബാക്കിയാക്കും. വയുഹ്ലികു മൻ ഖാലഫഹു, അവനെതിരെ നിൽക്കുന്ന ആളുകളെയാണ് ദജ്ജാൽ നശിപ്പിക്കുക. വആഹുലാഹി, എന്നാൽ ഈ പറയുന്ന താർത്താരികൾ ലം യുബ്ഖു അലാ അഹദിൻ, ആരെയും ബാക്കി വെച്ചിട്ടില്ല എന്ന്. ബൽ ഖതലുൻ നിസാ, സ്ത്രീകളെ വധിച്ചു. വരിജാൽ, പുരുഷന്മാരെ. വൽ അത്ഫാൽ, കുട്ടികളെ. വശഖു ബുതൂനൽ ഹവാമിൽ, ഗർഭിണിയായ സ്ത്രീകളുടെ വയർ മുറിച്ചെടുത്തു, എന്നിട്ട് അതിൽ നിന്നുള്ള കുട്ടികളെടുത്തു. വഖതലു അൽ അജിന്ന, എന്നിട്ട് അവരെ വധിച്ചു. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്നിട്ട് അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന്റെ ആ പരീക്ഷണത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ എഴുത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മളൊക്കെ വളരെ അനുഗ്രഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഈ പറയുന്ന യുദ്ധത്തിനിടയിലാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ജനനം നടക്കുന്നതും ഷെയ്ഖുൽ ഇസ്ലാം ആ യുദ്ധത്തിനു വേണ്ടി താർത്താരികൾക്കെതിരെ പോരാടുന്ന രംഗം എന്നൊക്കെ പറയുമ്പോൾ, ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിലാണ് ആ പണ്ഡിതൻ ഉണ്ടാകേണ്ടത് എന്നും നാടിനോട് എത്ര കണ്ട് ആ പണ്ഡിതന് കൂറുണ്ടാകേണ്ടത് എന്നുമൊക്കെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ജനനവും അതിനുശേഷമുള്ള ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ ജനനം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് താർത്താരികളെ കുറിച്ച് വീണ്ടും ഇബ്നുൽ അസീർ റഹ്മഹുള്ള പറയാൻ, ഹാദാ മാ ലം യുത്രിഖൽ അസ്മാഅ മിസ്ലുഹു, നമ്മുടെ കേൾവിയൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം ഇതുവരെ നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടാവുകയില്ല. ഫൈനൽ ഇസ്കന്ദർ അല്ലദി ഇത്തഫഖൽ മുഅർരിഖൂന അലാ അന്നഹു മലക ദുനിയ ലം യംലിക്ഹാ ഫി ഹാദിഹി സുറഅ, അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ദുനിയാവ് പിടിച്ചടക്കിയിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർക്കൊക്കെ ഇത്തിഫാക്കുള്ള വിഷയമാണ്. പക്ഷെ അദ്ദേഹം പോലും ഇത്ര പെട്ടെന്ന് എന്ത് ചെയ്തിട്ടില്ല, പിടിച്ചടക്കിയിട്ടില്ല. ഇന്നമാ മലകഹാ ഫി നഹ്വി 10 സിനീൻ, 10 വർഷമെങ്കിലും അദ്ദേഹം എടുത്തിട്ടുണ്ടെന്ന്. വലം യഖ്തുൽ അഹദൻ, അദ്ദേഹം ആരെയും വധിച്ചിട്ടില്ല. ഇന്നമാ റദിയ മിനൻ നാസി ബിത്താഅ, അദ്ദേഹത്തിന്റെ വേറൊരു ശൈലിയിലായിരുന്നു അദ്ദേഹം ആളുകൾ എന്ത് ചെയ്തത്, പിടിച്ചടക്കിയത്, ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്. വആഹുലായി ഖദ് മലകു അക്സറൽ മഅമൂരി മിനൽ അർദി വഅഹ്സന വഅക്സറഹു ഇമാറതൻ വഅഹ്ല വഅഅദല അഹ്ലിൽ അർദി അഖ്ലാഖൻ വസീറതൻ ഫീ നഹ്വി സന, ഒരു വർഷം കൊണ്ടാണ് താർത്താരികൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന ഒരുപാട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പിടിച്ചടക്കിയത് എന്ന്. വലം യബ്ഖ അഹദുൻ ഫിൽ ബിലാദി അല്ലതി ലം യത്റുഖൂഹാ ഇല്ലാ വഹുവ ഖായിഫുൻ യതവഖഉഹും, അവരേതൊക്കെ നാടുകളിലേക്ക് കടന്നിട്ടുണ്ടോ അവരെല്ലാം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന്, അവരുടെ വരവിൽ ഭയപ്പാടുണ്ടായിട്ടുണ്ട് എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പറയുന്നിടത്ത് ഹിജ്റയുടെ ചരിത്രമാണ് പറയുന്നത്. താർത്താരികളുടെ വരവ് മൂലം അവരെന്ത് ചെയ്യാണ്, പണ്ഡിത കുടുംബമാണ്, അവരവിടെ നിന്ന് ഹിജ്റ ചെയ്യുന്ന ചരിത്രം പറയുന്നുണ്ട്. ഈ അടുത്തിട്ട് മുഹ്സിൻ അബ്ദുൽ ഖാസിം റഹിമഹുല്ല എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു
ചെറിയ രൂപത്തിലുള്ള മുദക്കിർ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന അദ്ദേഹം അതിന്റെ ഇടയിൽ വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് ആ ചരിത്രം എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത് എന്ന്. വയതറഖബു വുസൂലഹും ഇലൈഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ അവരുടെ താർത്താരികളുടെ മതത്തെ കുറിച്ച് പറയാണ്. എന്താണ് അവരുടെ ദീന്? ഫൈന്നഹും യസ്ജുദൂന ലിശംസ്, അവർ സൂര്യനെ ആരാധിക്കുന്ന ആളുകളാണ്. വലാ യുഹർരിമൂന ശൈഅൻ, ഒന്നും അവർക്ക് ഹറാമല്ല. ഫൈന്നഹും യഅകുലൂന ജമീഅദ് ദവാബ്, എല്ലാ മൃഗങ്ങളെയും അവർ കഴിക്കും. ഹത്തൽ ഖിലാബ്, നായെ, വൽ ഖനാസിർ, പന്നിയെ, വഗൈറഹ, അതല്ലാത്തതും. വലാ യഅരിഫൂന നിക്കാഹൻ, അവർക്ക് നിക്കാഹ് എന്തെന്നറിയില്ല. ബൽ മർഅതു യഅതീഹാ ഗൈറു വാഹിദിൻ മിനർ റിജാൽ, ഒരേ സ്ത്രീയുടെ അടുക്കലേക്ക് ഒരുപാട് പുരുഷന്മാർ വരും. ഫഇദാ ജാഅൽ വലദു ലാ യഅരിഫു അബാഹു, കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ ഉപ്പ ആര് എന്ന് തിരിച്ചറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബഗ്ദാദിന്റെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വരുന്നതിന് മുമ്പുള്ള ഷാമിന്റെ അവസ്ഥ. ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് താർത്താരികളുടെ വരവും മറ്റൊന്ന് കുരിശ് യുദ്ധവും. എന്നാൽ അതോടൊപ്പം തന്നെ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രഞ്ചുകാരുടെ വരവ്. ഫ്രഞ്ചുകാരുടെ കൈകളിലേക്ക് ഷാം ലഭിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മുസ്ലിമീങ്ങൾ ഫ്രഞ്ചുകാരെ പുറത്താക്കുന്നുണ്ട്. യൂറോപ്പിൽ സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നു. ആ പ്രയാസം മൂലമാണ് എന്ത് ചെയ്യുന്നത്, ബഗ്ദാദിലേക്ക് അവർ വരുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബഗ്ദാദിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബൈത്തുൽ മുഖദ്ദസും ഷാമിലെ ചില പ്രദേശങ്ങളുമെല്ലാം പിന്നീട് തിരിച്ചെടുക്കുന്നത്. ഈ പറയുന്ന സംഭവ വികാസങ്ങളെല്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് പല ഗ്രന്ഥങ്ങളും രചിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷം രചിക്കുന്ന ഗ്രന്ഥമാണ് മദാരിജുസ് സാലിക്കീൻ. ആ ഗ്രന്ഥത്തിൽ പോലും ചിലയിടത്ത് അദ്ദേഹം റാഫിലിയാക്കളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്, അവരുടെ ഷെറിനെ കുറിച്ചെല്ലാം. അത് അദ്ദേഹത്തിന്റെ നാടിൽ ഉണ്ടായ ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, നമുക്കറിയാം നസാറാക്കളും മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നസാറാക്കൾക്കെതിരെ അദ്ദേഹം ഒരു കിതാബിലൂടെ ഭയങ്കരത്തിൽ മറുപടി കൊടുക്കുന്നുണ്ട്. വളരെ പ്രശസ്തമായ മറുപടി, ഹിദായത്തുൽ ഹയാറ ഫി അജ്വിബത്തിൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസറാനികൾക്കുമുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ മറുപടിയാണ്. അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമയുടെ കാലഘട്ടത്തിലെ ദീനിപരമായ ആ അവസ്ഥ എന്താണ്, എന്തായിരുന്നു, ആളുകളുടെ ചുറ്റുപാട് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ദീനിപരമായ വിഷയത്തിൽ അവർ നിലകൊണ്ടിരുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ രൂക്ഷമായതോടുകൂടി തന്നെ ദീനിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വലിയ ലാഘവം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. നല്ല സാരമായ പരിക്ക് പല ആളുകളുടെയും ദീനിന് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഹറാമുകൾ വ്യാപകമായി, വ്യത്യസ്ത തലങ്ങളിലുള്ള ഹറാമുകൾ വ്യാപകമായി. അതുമാത്രമല്ല, സമൂഹത്തിന് മാതൃകയാകേണ്ട ആളുകൾ, ഉമറാക്കൾ, സുൽത്താനുമാർ, ഇവരെല്ലാം മോശമായ മാതൃക എന്ത് ചെയ്തു, കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ജനങ്ങളിലേക്കും എന്ത് ചെയ്തു, ആ സ്വാധീനം ഉണ്ടായി. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ നാടിന്റെ ഒരു ദീനീപരമായ അവസ്ഥയാണ് പറയുന്നത്. മറ്റൊന്ന് അത്തഅസ്സുബുൽ മദ്ഹബി ഇൻദൽ ഉലമ, ഉലമാക്കൾക്കിടയിൽ ഭയങ്കര മദ്ഹബി പക്ഷാപാതിത്വം ഉണ്ടായിരുന്നു എന്നാണ്. വല്ലാത്ത മദ്ഹബി പക്ഷാപാതിത്വം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിമഷ്കിലെ ജാമിഅ മസ്ജിദിൽ ഒരേ പള്ളിയിൽ വ്യത്യസ്ത മിഹ്റാബുകൾ ഉണ്ടായിരുന്നു എന്നാണ്. നിസ്കരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വ്യത്യസ്ത മിഹ്റാബുകൾ, ഓരോ മദ്ഹബിനും ഓരോ മിഹ്റാബുകൾ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല സൂചന നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ സുൽത്താനുകൾ എന്ത് ചെയ്യും, അവിടെയുള്ള അമീറുമാർ ഇടപെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖാലിഫായ അഹ്ലുസുന്നക്കെതിരെ മുഖാലിഫായ കൂടുതൽ ആളുകളും സ്വീകരിച്ചു പോരുന്ന അഖീദ എന്നുള്ളത് അശ്അരി അഖീദയാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈയാക്കളും ഹനാബിലക്കാരും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ വലിയ പോരുണ്ടായിരുന്നു എന്നാണ്. ഷാഫിഈയാക്കളും ഹനാബിലക്കാരും എന്ന് പറയുമ്പോൾ അശ്അരികളും അഹ്ലുൽ ഹദീസിന്റെ ആളുകളും. അശ്അരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഉസൂൽ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അല്ല. അവരുടെ ഉസൂൽ എന്ന് പറയുന്നത് അൽ ഇസ്തിദ്ലാലു അഖ്ലിയാണ്. അഖ്ലി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, അവർ പല കാര്യങ്ങളും തീരുമാനിക്കുക. അതേ സമയത്ത് അഹ്ലുൽ ഹദീസിന്റെ ഇസ്തിദ്ലാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് അൽ ഖുർആനു വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പല ഗ്രന്ഥങ്ങളിലും ഈ വിഷയം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് നിലവിലുണ്ടായിരുന്ന രണ്ട് പേഴ്ച കക്ഷികളാണ് റാഫിദിയാക്കളും നുസൈരിയാക്കളും. അന്ന് പലപ്പോഴായി റാഫിദിയത്ത് വാദം ഉയർന്നു വന്നപ്പോൾ, പ്രത്യേകിച്ചും സഹാബാക്കളുടെ വിഷയത്തിൽ, സഹാബാക്കൾ ലാലിങ്ങളാണ്,
വഴിവഴച്ചു പോയ ആളാണ് എന്ന് മഹ്മൂദ് ബിൻ ഇബ്രാഹിം ഷീറാസി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞപ്പോൾ അദ്ദേഹം സഹാബാക്കൾ വലാലത്തിലാണെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി രാജാവ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തെ ജനങ്ങൾക്ക് മുമ്പാകെ കഴുത്തറത്തു കൊന്നു. സാധാരണ ജനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശവശരീരം കത്തിക്കുകയാണ് ചെയ്തതെന്ന്. ഇങ്ങനെയായിരുന്നു റാഫിളിയാക്കളോട് അന്ന് നിലവിലുണ്ടായിരുന്ന അഹ്ലുസുന്നയുടെ സുന്നത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെ അമീറുമാർ അവരോട് പെരുമാറിയത് എന്നാണ്. കാരണം തനിച്ച കുഫ്റാണ്. തനിച്ച കുഫ്ർ പറഞ്ഞ അധിക റാഫിളിയാക്കളെയും എന്ത് ചെയ്തിട്ടുണ്ട്? അഹ്ലുസുന്ന ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇറാനിലുള്ള റാഫിളിയാക്കളുടെയും അവസ്ഥ അത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നുസൈരിയ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ നുസൈരിയ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഉലൂഹിയത്ത് വാദിച്ച ആളുകളാണ്. അതോടൊപ്പം ഷെയ്ഖൈനികൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും ഇവർക്കെതിരെ ശാപപ്രാർത്ഥന ചൊല്ലുന്ന ആളുകളുമാണ് നുസൈരിയാക്കൾ. ഒരുപാട് പള്ളികൾ തകർത്തു. എന്നിട്ട് പള്ളികൾ തകർത്തിട്ട് അതിന് പകരമായി കൊണ്ടുവരുന്നത് ഹമ്മാറാത്തുകളാണ്. ഹമ്മർ കുടിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. ഈ പറയുന്ന രണ്ട് വിഭാഗം ഉണ്ടായിട്ട് തന്നെ ഇവിടെ എന്തുണ്ട്? ഒരുപാട് ബിദ്അത്തുകളും നാടുകൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹുവിന്റെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ബിദ്അത്തുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് സൂഫിയാക്കളുടെ വരവ്. സൂഫിയാക്കളുടെ വരവോട് കൂടി തന്നെ എന്ത് ചെയ്തു? ഇത്തരം ബിദ്അത്തുകൾക്ക് ആക്കം കൂടി, ശക്തി കൂടുകയാണ് ചെയ്തത്. ഭയങ്കര അമിതമായ ആരാധന, അമിതമായ ആദരവ് ഒക്കെ ഈ പറയുന്ന സൂഫി ഷേഖന്മാർക്ക് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല പള്ളികളിലും ശഅബാൻ 15 രാത്രിയിൽ പ്രത്യേക ബിദ്അത്തുകൾ നടമാടിയിരുന്നു. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയുടെ മരണത്തോട് കൂടിയിട്ടാണ് ആ ബിദ്അത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ദീനീപരമായ അദ്ദേഹത്തിന്റെ ചുറ്റുപാട്. കഴിച്ച ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിന്റെ ഇടയിലാണ് ജനിച്ചു വീഴുന്നതും വിപ്ലവം ഉണ്ടാക്കുന്നതും തജ്ദീദ് നടത്തുന്നതും ഇസ്ലാഹ് നടത്തുന്നതും. ഇതാണ് വളരെ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നാടിന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ നാടിന്റെ ദീനീപരമായ അവസ്ഥയും. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ച് കാര്യങ്ങൾ മൂല്യമായ നാടിന്റെ അവസ്ഥകൾ എന്ത് കൂടി വിശദീകരിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയുടെ ജീവചരിത്രത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം കണ്ടുപിടുന്നത് ഷെയ്ഖുൽ ഇസ്ലാമുമായിട്ടുള്ള ബന്ധം അതിനു മുമ്പ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് ആരൊക്കെയാണ് എന്നിങ്ങനെയുള്ള വളരെ വിശാലമായ ഖയ്യിം റഹിമഹുള്ളാഹയുടെ ജീവിതത്തിലൂടെ അവസാനിപ്പിക്കാനുള്ളത് നമ്മൾ ഒരുപാട് അനുഗ്രഹത്തിലാണ് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് എന്നാൽ അതോടൊപ്പം തന്നെ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യണം. പരിശ്രമം നടത്തണം. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് വെളിച്ചം ലഭിച്ചിട്ടുള്ളത്. പറഞ്ഞാലും എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും ഇവരാത്തത്ര അതുകൊണ്ട് ആ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ സാധിക്കണം. അനുഗ്രഹത്തെ തിരിച്ചറിയുന്നിടത്താണ് ഏതൊരു വ്യക്തിയുടെയും വിജയം. പല ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് യഥാർത്ഥ വിജയം എന്നത് അനുഗ്രഹത്തെ തിരിച്ചറിയുന്നിടത്താണ്. ഇത് ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണോ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അത് ഗ്രൂപ്പുകളിൽ വരും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. തുടർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്, ഇസ്തിംറാർ ഉണ്ടാകുക എന്നുള്ളതാണ് അറിവ് അന്വേഷിക്കുന്ന വിഷയത്തിൽ ഏതൊരു മതവിദ്യാർത്ഥിക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിർത്തരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടാകും. ആ ക്ലാസ്സിലും പങ്കെടുക്കാൻ ശ്രമിക്കുക. കൃത്യമായി നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്ത് പോവുക. വെറും കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കേൾവിയിൽ മാത്രം ഒതുങ്ങും. എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ തുറന്നു നോക്കുമ്പോൾ ചെയ്യും അത് നമുക്ക് വായിച്ചെടുക്കാനും പഠിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കും വരെ അറിവ് നേടുന്ന അറിവിന്റെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ, മതവിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ, തുല്ലാബുൽ ഇൽമുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ എല്ലാ വിധേനയും മാപ്പാക്കി നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ, അതെത്ര ചെറുതായാലും സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ സേവനം ചെയ്യുന്ന, ഈ ക്ലാസിന്റെ പിന്നിൽ സേവനം ചെയ്യുന്ന യുവാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലവും അതോടൊപ്പം തന്നെ തുടർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.